ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കാനാണ് പ്രധാനമന്ത്രിയുടെ ഒരു ആഹ്വാനം. സ്വർണത്തിന് സാംസ്കാരികമായ പ്രാധാന്യം കൂടിയുള്ള നമ്മുടെ നാട്ടിൽ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ ജനങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് എന്ന് കാത്തിരുന്നു തന്നെ കാണണം. പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിൽ സ്വർണ്ണക്കട ഉടമകളുടെ നിലപാട് കൂടി എന്താണെന്ന് നമുക്ക് നോക്കാം. കോഴിക്കോട് കമ്മത്ത് ലൈനിലെ സ്വർണ്ണക്കടയിൽ നിന്ന് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു. അഭിജിത്ത്, സ്വർണ്ണപ്പണിക്കാരും സ്വർണ്ണ വ്യാപാരികളും ഒക്കെ എന്താണ് പറയുന്നത്? ഈ പ്രധാനമന്ത്രി പറയുന്നതിന്റെ വലിയ കാര്യം വിദേശത്ത് നിന്നാണ് സ്വർണം വരുന്നത്, അപ്പോൾ വിദേശ നാണ്യ ശേഖരം കുറയും, അതുകൊണ്ട് ആരും ഒരു വർഷത്തേക്കെങ്കിലും ഒന്ന് സ്വർണം വാങ്ങലിൽ നിയന്ത്രണം ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ശാസ്ത്രീയമായി അതിന്റെ വശം. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് ഒരു കല്യാണം ഉണ്ടെങ്കിൽ തന്നെ നിറയെ സ്വർണം ഇടണം എന്നുള്ളതാണ് ഇവിടുത്തെ ആചാരം. അപ്പൊ എങ്ങനെയായിരിക്കും മലയാളികൾ ഇതിനോട് പ്രതികരിക്കുക? റോഷ്നി, അത് തന്നെയാണ് ചോദ്യം. കാരണം സാംസ്കാരികമായ ഒരു പ്രാധാന്യം കൂടി സ്വർണത്തെ സംബന്ധിച്ച് നമുക്കുണ്ട്, ഇന്ത്യക്കാർക്കുണ്ട്, കേരളീയർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തെ ജനങ്ങൾ എങ്ങനെ ഏറ്റെടുക്കും, അതിന് സ്വർണ്ണക്കട ഉടമകളെ അതെങ്ങനെ ബാധിക്കും എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ഞാനിപ്പോൾ ഉള്ളത് റോഷ്നി സൂചിപ്പിച്ചതുപോലെ തന്നെ കോഴിക്കോട് കമ്മത്ത് ലൈനിലുള്ള ഒരു ജ്വല്ലറിയിലാണ്. അവർക്ക് എന്താണ്, കടയുടമകൾക്കൊക്കെ എന്താണ് പറയാനുള്ളത് എന്നുകൂടി നമുക്ക് ഈ ഘട്ടത്തിൽ നോക്കാം. കുറച്ച് ആളുകളൊക്കെ സ്വർണം വാങ്ങാനായി എത്തുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ വലിയൊരു പ്രതിസന്ധി സ്വർണ്ണ വിലയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ആശങ്ക ഇവർക്കുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഏകദേശം പരിഹരിച്ച് വരുമ്പോഴാണ് വീണ്ടും ഇങ്ങനെയൊരു ആഹ്വാനം കൂടി പ്രധാനമന്ത്രിയിൽ നിന്നുണ്ടായത്. പ്രധാനമന്ത്രി പറഞ്ഞ് കേട്ടിരുന്നോ? കേട്ടിരുന്നു. അപ്പോൾ വിദേശ നാണ്യം ലഭിക്കാനും ഇറക്കുമതി കുറയ്ക്കാനും ഇങ്ങനെ ഒരു സമ്പ്രദായമല്ല വേണ്ടത്. ഇവിടെ ബിസിനസ് ഉണ്ടായിട്ട് നമ്മളെ നാട്ടുകാരിലും നമ്മുടെ ബാങ്കിൽ കിടക്കുന്ന എത്രയോ സ്വർണം ഡെഡായി കിടക്കുന്ന സ്വർണ്ണമുണ്ട്. അതെടുത്തിട്ട് റീസൈക്കിൾ ചെയ്തിട്ട് നമുക്കിവിടെ ബിസിനസ് കൂട്ടാൻ വേണ്ടത്. അല്ലാണ്ട് ഇവിടെ എത്രയോ ജനങ്ങൾ എത്രയോ തൊഴിൽ, ഈ ഒരു ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളുള്ള ഒരു മേഖലയാണിത്. വ്യാപാരമായിട്ടും തൊഴിലായിട്ടും അതിനോട് സബ്ബായിട്ട് കുറേ വർക്കേഴ്സ് നിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഇതിനെ തളർത്തല്ല വേണ്ടത്. ഒരു ആശങ്കയുണ്ട്. പക്ഷേ ആശങ്ക ഉള്ളപ്പോഴും ബിസിനസ് കൂടുകയാണ്. സ്വർണ്ണം ഒരു ഉപയോഗം മാത്രമല്ല, ഒരു സമ്പാദ്യം കൂടിയാണ്. ഏത് സമയത്തും എപ്പോൾ പോയെങ്കിലും ഏത് സമയത്തും വില കിട്ടുന്ന ഒരു സാധനം ബാങ്കിൽ വെച്ചാലും എപ്പോഴും നിക്ഷേപമുള്ള ഒരു സാധനം. അത് ഈ ആളുകളൊക്കെ നേരത്തെ അല്പം കുറഞ്ഞിരുന്നു ഈ പൈസയൊക്കെ കൂടിയപ്പോഴേ. നിങ്ങൾ അതിനകത്ത് ഏകദേശം ഒന്ന് കരകയറി വരാൻ നോക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം. സത്യത്തിൽ 1,31,000 വരെ വില വന്നു. അതിൽ നിന്ന് കുറഞ്ഞ് ഏകദേശം 1,00,000 അടുത്തേക്ക് വീണ്ടും താഴ്ന്നു വന്നു. ഈ ഏപ്രിൽ മെയ് മാസം തന്നെ നമ്മുടെ സീസൺ സമയമാണ്. ഈ സമയത്ത് അത്യാവശ്യം കച്ചവടമൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ട് വരുന്ന സമയത്താണ് പ്രധാനമന്ത്രിയുടെ ഒരു പ്രസ്താവന നിർഭാഗ്യകരമായി പോയി. നമ്മുടെ വിദേശ നാണയം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവാണെങ്കിൽ പോലും അതിന് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് നല്ലത്. ഇതിപ്പോൾ ഒരു സീസൺ അല്ലേ, വിവാഹ സീസണൊക്കെ സീസണാണ്. അതുമാത്രമല്ല, സ്വർണം എപ്പോഴും നമ്മൾക്ക് എക്സ്ചേഞ്ച് പെട്ടെന്ന് ക്യാഷാക്കാൻ പറ്റുന്ന ഒരു കമ്മോഡിറ്റിയാണ്. ആ നിലക്ക് നമുക്ക് കൂടുതൽ സാമ്പത്തിക മാന്ദ്യം മറ്റൊക്കെ വരുമ്പോൾ ആളുകൾക്ക് പെട്ടെന്ന് പണമാക്കി ഉപയോഗിക്കാൻ പറ്റുന്നൊരു മാധ്യമം കൂടിയാണല്ലോ ഈ ഗോൾഡ്. അപ്പോൾ അത് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ആളുകളൊക്കെ വരുന്നതിൽ കുറവുണ്ടായിട്ടുണ്ട്? ഇല്ല, ഇപ്പോൾ കുറവൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് വരുമ്പോൾ സ്വർണ്ണത്തിന് ആൾ ആകർഷണം കൂടുകയാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ പെട്ടെന്ന് ഇങ്ങനെ ഗവൺമെൻറ് ഒരു നിലപാടെടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു ആശങ്ക വരുന്നുണ്ട് താൽക്കാലമായിട്ട്. പിന്നെ വീണ്ടും അത് കൂടി വരും. ഇപ്പോൾ കല്യാണ സീസണാണ്, ഈ സമയത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. റോഷ്നി, അങ്ങനെ തന്നെയാണ് ഈ സൂചിപ്പിച്ച ാണ്. അപ്പോൾ ഈ 2 മാസങ്ങൾ ആ രീതിയിൽ സ്വർണത്തിനൊക്കെ ആൾക്കാരൊക്കെ ആവശ്യം കൂടുതലായി വരുന്ന സമയം, ഇവർക്ക് കച്ചവടം നടക്കുന്ന സമയം. അപ്പോൾ പ്രധാനമന്ത്രി ഇങ്ങനെ നടത്തിയൊരു പ്രതികരണത്തിൽ ഇവർക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. എന്നാലും ആ രീതിയിൽ അത് വലിയ രീതിയിൽ ബാധിക്കില്ല എന്നുള്ളൊരു പ്രതീക്ഷ കൂടി, അങ്ങനെ ഒരു ആത്മവിശ്വാസം കൂടി അവർക്കുണ്ട്. ഏതായാലും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. ആളുകളൊക്കെ ഇതൊക്കെ അറിഞ്ഞു വരുന്നുണ്ടോ, എന്താണ് അവരുടെ പ്രതികരണം എന്നൊക്കെയുള്ളതും നമ്മൾ ഭാവിയിൽ നോക്കി കാണണം.